നിഖിലെ, ഗുഡ് മോർണിംഗ്. മലബാറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം? കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. മലബാറിലെ എല്ലാ ജില്ലകളിലും, അതായത് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും വയനാടും മലപ്പുറത്തും എല്ലാം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലാണ്. രാവിലെ മുതൽ തന്നെ മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. രാവിലെ പതിയെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ജില്ലകളിൽ തീരെ മഴ പെയ്തിട്ടുമില്ല. അതായിരുന്നു അവസ്ഥ. എന്തായാലും മഴക്കെടുതികൾ ഇന്നലെ കൊയിലാണ്ടി ദേശീയപാതയിലടക്കം ഈ മരം വീണിട്ട് വാഹന ഗതാഗതം അടക്കം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മഴ സാഹചര്യങ്ങളുണ്ട്. അങ്ങിങ്ങായി ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാലും രാവിലെ തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മഴ സാഹചര്യമാണ് ഒരു ജില്ലയിൽ നമ്മൾ ഈ മലബാറിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റൊന്ന്, ഇന്നലെ കൊയിലാണ്ടി പന്തലായിനി എന്ന പ്രദേശത്ത് ഒരു വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നാണ് പോലീസ് കരുതിയിരുന്നത്. പിന്നീട് ഇവരുടെ ശരീരത്തിൽ ഈ പരിക്കുകളും ചോരപ്പാടുകളും ഒക്കെ കണ്ടതോടുകൂടിയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. സൗദാമിനി എന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന 73-കാരിയാണ് മരിച്ചത്. ഇവർക്കൊരു സഹായി ഉണ്ടായിരുന്നു. ഈ സഹായി ഇപ്പോൾ ആശുപത്രിയിലാണ്. അവര് ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായ ആശുപത്രിയിലാണ്. ഇന്നലെ ചായ കൊടുക്കാൻ വേണ്ടി അടുത്ത വീട്ടിലെ ഒരാൾ വന്നപ്പോഴാണ് ഇവർ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഏതായാലും ഇതൊരു കൊലപാതകമാണ് എന്ന് ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മൃതദേഹം സംസ്കരിച്ചു. ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലബാറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു വാർത്ത, നമുക്കറിയുന്ന പോലെ താമരശ്ശേരി കട്ടിപ്പാറയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരം വാർത്തകളാണ് മലബാറിൽ നിന്ന് പ്രധാനമായും പുറത്തു വരാനുള്ളത്. താങ്ക് യു നിഖിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.